ഓക്കേടാ, ബസ്സിപ്പോ വരും, നീ വിട്ടോ. മാമച്ചോ. ആരാ? ലാലേട്ടനോ? അല്ല, ജോസേട്ടനെ. ചേ, നീയായിരുന്നു. മാമച്ചൻ എങ്ങോട്ടാ യാത്ര? ഓ, ഒരു ചെറിയ ഉപ്പ് സത്യാഗ്രഹത്തിന്. എന്നാ വരുന്നോ? നീ രാവിലെ തന്നെ ഉടക്കിലാണല്ലോ. ആണെങ്കി ഇനി നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടവരാ. ആന്നോ? നീ പേടിക്കണ്ട മാമച്ച, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. നിന്നെ ഞങ്ങള് ജയിപ്പിക്കോടാ. ഉവ്വ, നിന്റെ സഹായം എനിക്ക് വേണ്ടെങ്കിലോ? ആ, ഇതാ നിന്റെ കുഴപ്പം. കുഞ്ഞു പിള്ളേരുടെ സ്വഭാവ ഉള്ളാന്തീട്ടാ. നീ ജയിക്കാൻ തയ്യാറായിക്കോ, ഞങ്ങള് പണി തുടങ്ങി. സ്വന്തം കാര്യം സിന്ദാബാദ്. മാമച്ചന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് എതിർ സ്ഥാനാർത്ഥി ഇവന്റെ ഇന്നും ഉണ്ടാവൂലേ? അപ്പൊ എന്നായി? ശരി, ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ. ആ, ജോസേട്ട് അങ്ങോട്ട് പിടിച്ചേ, ഒന്ന് തണുക്കട്ടെ. ഇതെന്താണ് മുഖം വല്ലാതിരിക്കണത്? കുറച്ച് ടൈറ്റാണ്. ഗോപി പറയണത് എവിടെന്നെങ്കിലും എടുത്ത് മറിക്കാനാ. ആ, ഗോപി പറഞ്ഞു ഒന്നും നോക്കണ്ട, മറിച്ചു. മറിക്കെന്ന് പറയുമ്പോ മറിക്കാനായിട്ട് ഇത് ദോശല്ല, കാശാണ്. ആ, അതാണ് കാശാണ്. ഇനി ഒറ്റ വഴിയുള്ളൂ, ഷോളി. എനിക്കെന്തായാലും കിട്ടില്ല. ജോസ് ചോദിച്ചാ ചിലപ്പോ കിട്ടും. ഒരു തഞ്ചത്തിന് ചോദിച്ചാ മതി, കിട്ടും. അവള് തരും. എന്ത്? അവളുടെ മാല ഒന്ന് പണയം വെക്കാൻ ചോദിച്ചാ മതി. ഇതങ്ങ് കൊടുത്തേ. കാശ് ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? ഇവൻ എന്താ ഉദ്ദേശിച്ചത്? ആ, മാമച്ച, ഇത് പള്ളിയാ, വഴിതെറ്റി വന്നൊന്നുമല്ലല്ലോ. അല്ലച്ചോ, ഓ, എലക്ഷൻ ആണല്ലോ, അതിന് കർത്താവിന് വോട്ടില്ലടാ. അതെനിക്കറിയാം. പിന്നെ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ. യാ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിൽ ഇന്ന് കൊട്ടിക്കലാശം. നിയമസഭാ മണ്ഡലങ്ങളിലും അവസാനവട്ട പ്രചരണം ആവേശഭരിതമാക്കാൻ ഇരു മുന്നണികളുടെയും പ്രവർത്തകർ സജ്ജമായി കഴിഞ്ഞു. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമായി. സംസ്ഥാനമൊട്ടാകെ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശഭരിതമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ജോസേ കലാശക്കൊട്ട്? ജനസാഗരമല്ലായിരുന്നോ? കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയടക്കം സകലവന്മാരും ഞെട്ടി. ശർമ്മജി എന്താ പറഞ്ഞെന്നറിയൂ? മാമച്ചന്റെ ജനപിന്തുണ അതിശയിപ്പിച്ചു കളഞ്ഞു. ജനപിന്തുണ മാമച്ചൻ ഉടക്കൊന്നും വെച്ചില്ലായോ? ഫുൾ ആക്റ്റീവ് അല്ലായിരുന്നു. ആകാതെ പറ്റില്ലല്ലോ. മാമച്ചന്റെ ഇടതും വലതും ഗോപിയും പ്രതാപനും ഞാനും നിൽക്കല്ലേ. അല്ല, കൊട്ടിക്കലാശം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? ഒരു പണി കൂടെ ബാക്കിയുണ്ട്. അവന്റെ പെട്ടിയിലെ അവസാന താണി. അച്ചോ, ഇതേതാ പുതിയ വിശുദ്ധൻ? ആ, എന്താ നേതാക്കന്മാരെല്ലാം കൂടി മുതുപാതരയ്ക്ക്? പ്രചരണമെല്ലാം ഏതുവരെയായി കഴിഞ്ഞു? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. അതിന്റെ മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. മാമച്ചന് വേണ്ടിയെന്നല്ല, ഏതൊരാൾക്ക് വേണ്ടിയും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. പിന്നെ എന്തിനാ ഇവരൊക്കെ കൂട്ടി വരേണ്ട ആവശ്യം? അല്ല, ജോസ് പറയണ പോലെ അല്ലല്ലോ ഞങ്ങൾ പറയണത്. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ. രാഷ്ട്രീയമല്ല എന്റെ ജോലി, ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അല്ല, ബിഷപ്പുമാര് വരെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറുണ്ടേ. ഓ, ബിഷപ്പല്ല, ബിഷപ്പ്. താൻ മെത്രാൻ എന്ന് പറഞ്ഞാ മതി. ഒന്ന് പറഞ്ഞേ. മെത്രാൻ. മതി മതി. മാമച്ചനോട് പറഞ്ഞിട്ട് വലിയൊരു തുക വേണമെങ്കിൽ പള്ളിക്ക് വേണ്ടി. മാമച്ചന്റെ കയ്യിൽ നിന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം മിഷൻ പിരിവിന് പോയപ്പോഴേ ഒട്ടുപാല് കൊടുത്തു വിട്ടവനാ അവൻ. അല്ലച്ചോ, മാമച്ചൻ നമ്മുടെ നാട്ടുകാരനായ സ്ഥിതിക്ക് അച്ഛൻ അവിടെ ഇവിടെ തൊടാതെ ഒന്ന് പറഞ്ഞാ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ എന്നാ പറയണ്ട, പറയണ്ടേ എന്നാ പറയണം. അപ്പൊ പറയണ്ടേ? പറയണം. അപ്പൊ ഇയാള് പറയണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ അച്ഛനോടൊരു ശൈലി പറഞ്ഞു കൊടുത്ത. ഞാനൊന്ന് നോക്കട്ടെ. എന്നാ 3 കുർബാനയ്ക്ക് വിളിച്ചു പറഞ്ഞു. 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി നടത്താൻ ഇതെന്താ കല്യാണം? അങ്ങനെയല്ല, ഒരു ചെല്ലെ 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 ചെല്ലെ. പോര് പോര് പോര്, ചുറ്റി കയ്യിലുണ്ട്. വാ, അത് ഇയാളുടെ പാർട്ടിയുടെ ചിഹ്നണ്ട്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി.
ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. പറഞ്ഞില്ല. എല്ലാവരും ഒരു നിമിഷം നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നാളെ തെരഞ്ഞെടുപ്പാണ്. പോരട്ടെ. നമ്മുടെ നാടിനെ ഏറ്റവും അനുയോജ്യരായവരെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. നമ്മുടെ ഇടവകക്കാരനായ മാമച്ചൻ നമ്മുടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണെന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. മാമച്ചൻ നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മാമച്ചന്റെ വിജയത്തിനായി ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്തെ 112 പ്രശ്നബാധിത ബൂത്തുകളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ചിഹ്നം കണ്ടില്ലേ? പെട്ടി പെട്ടി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചിഹ്നം മാറി കുത്തരുത്. നമ്മുടെ ചിഹ്നം പെട്ടി, ഷോക്കേസ്. അവരെങ്ങ് വിളിക്കേ. എന്റെ ശാന്തി. അയ്യോ, നിന്റെ പെണ്ണുമ്പളെ പിടിക്കണ. എന്തുപറ്റി? എന്റെ വീടിന്റെ അടുത്തുള്ളതാ. അല്ല, ഇത് ഒന്നുമില്ല. ഒരു കാര്യം പറയൂ. ഒരു കാര്യം വന്നേ വാ. ഇപ്പൊ വിടാന്ന്. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി മാമച്ചൻ. ചെന്ന് കൂട്ടിയോ? അടുത്തടുത്ത് വെക്ക്. ഇങ്ങോട്ട് മുട്ടേക്ക്. ഇറങ്ങണോ? ഇറങ്ങിങ്ങോട്ട്. ആൾക്കാർ നിൽക്കണം. വാ വരൂ മാമച്ച, വരൂ. നമസ്കാരം. പ്രധാനമന്ത്രി ആയിരിക്കും. ഹലോ, ആ ഞാൻ സ്റ്റെല്ലയാ. ലിസയുടെ കൂടെയുള്ള എന്നാ ഹോസ്പിറ്റലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്നാ പറ്റി? എന്താണ് ടോണി വെക്കാനത്? കൊണ്ടുപോയി ഇടിച്ചോളൂ. ഹലോ, ഇല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വോട്ട് ചെയ്യട്ടെ. സമയം കഴിഞ്ഞല്ലോ. അയ്യോ, 5 മണി ആവണല്ലോ. സമയം കഴിഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യണ്ടേ? തന്നോടല്ലേ പറഞ്ഞ സമയം സമയം കഴിഞ്ഞു. നിന്റെ വീട്ടിലൊന്നും അല്ല വോട്ട് ചെയ്യാൻ വന്നത്. ഇങ്ങോട്ട് എവിടെ ഉത്തരത്? ഉത്തര സംഭവം എവിടെ? വിട്ടേ, വിട്, വിട്. വൈഫിനെ കാണിക്കാനാ. പിടിച്ചോ. ഇങ്ങോട്ട് നടക്കണേ. നടക്ക്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. പ്രഖ്യാപനങ്ങളും വിധിയെഴുത്തും കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ. ഞാൻ വിളിക്കാം. നീ നേരത്തെ എത്തിയായിരുന്നോ? ഞാൻ ട്രിവാൻഡ്രത്ത് രാവിലെ എത്തി. പിന്നെ നേരെ പോകുന്നു. ഒരു കാര്യം ചെയ്യ്, കൗണ്ടിങ്ങിന് നീ ഇരിക്കേ. ഞങ്ങൾ ഹോട്ടലിൽ കാണാം. എന്നോട് വിളിച്ചാൽ മതി. ഓ ശരി ശരി. 140 കേന്ദ്രങ്ങളിൽ രാവിലെ 7 മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫലങ്ങൾ പുറത്തുവരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അതെ, ഇപ്പൊ ഏതാണ് കൊലത്തുന്ന ഗോപിയുടെ വിചാരം? ബാലറ്റ് പെട്ടി തുറക്കുമ്പോ കാണാം മാമച്ചനെ 8 നില പൊട്ടുന്നത്. ചുമ്മാ. ശരി ഗോപി. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. 14ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ 4 സീറ്റുകളുമായി UPF മുന്നിൽ. ഹരിപ്പാട്, മാള, നെയ്യാറ്റിൻകര, പാലാ നിയോജക മണ്ഡലങ്ങളിൽ UPF വിജയിച്ചപ്പോൾ തലശ്ശേരി LPF നിലനിർത്തി. മഞ്ചേരിയിൽ UPFന്റെ KK അഹമ്മദ് കുട്ടി 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എറണാകുളം, കോഴിക്കോട്, ഇരിക്കൂർ, ചേർത്തല, അടൂർ നിയോജക മണ്ഡലങ്ങളിൽ UPF വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു. അവർക്ക് അനുകൂലാണല്ലോ. പണി പാളൂ. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫലം പ്രഖ്യാപിച്ച 130 മണ്ഡലങ്ങളിൽ ഇരുമുന്നണികളും 65 സീറ്റ് വീതം നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള 10 സീറ്റുകളിൽ 5 വീതം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. പിറവം നിയോജക മണ്ഡലത്തിൽ K സുരേന്ദ്രൻ 3000 വോട്ടുകൾക്ക് വിജയിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിൽ UPFന്റെ എല്ലാ കണ്ണുകളും ഇരിക്കൂറിലേക്ക്. ഇരിക്കൂർ കേരളത്തിന്റെ വിധി എഴുതും. വോട്ടെണ്ണൽ പൂർത്തിയായ 139 സീറ്റുകളിൽ LPFന് 70-ഉം UPFന് 69 സീറ്റുകൾ. കേരളത്തിൽ തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യത. ഇരിക്കൂറിൽ UPF സ്ഥാനാർത്ഥി KP ജോസഫ് വിജയത്തിലേക്ക്.
ഇരിക്കൂറിൽ ലീഡ് നില മാറി മറിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇരിക്കൂറിൽ 80% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UPF സ്ഥാനാർത്ഥി KP ജോസഫ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CP മാമച്ചനേക്കാൾ 3000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂറിൽ 6ാം തവണ ജനവിധി തേടുന്ന KP ജോസഫ് കഴിഞ്ഞ 5 തവണയും വിജയിച്ചിരുന്നു. 90% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UPF സ്ഥാനാർത്ഥി KP ജോസഫിന്റെ ലീഡ്. നമുക്ക് വല്ല സിനിമയും കാണാതെ ഒന്ന് ശ്വാസം വിടന്റെ മാമച്ച ലവന്മാരെ ലീഡ് ചെയ്യണേ. ഇത്തവണ കേരളം ഇടത്തോട്ട്. ഫലം പ്രഖ്യാപിക്കാനുള്ള ഇരിക്കൂർ മണ്ഡലത്തിൽ 98% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ DNCയുടെ CP മാമച്ചൻ 2000 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുന്നു. ഇരിക്കൂറിൽ അവസാനിക്കുന്നത് 30 വർഷത്തെ ആധിപത്യം. ചരിത്രം തിരുത്തി LPF തുടർച്ചയായ 2ാം തവണയും അധികാരത്തിലേക്ക് എത്തുകയാണ്. തോറ്റെന്നാണോ മാമച്ചൻ കേട്ട? ആ സ്വാമി, നമ്മുടെ കളി ഏതായാലും ഏറ്റു. ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല. 2000 ലീഡ് ഉണ്ടല്ലോ. ആദ്യം ചുമ്മാ ഒന്ന് വരണ്ടായിരുന്നു. ഗോപിക്ക് സംശയമൊന്നുമില്ല, അവൻ കട്ടയ്ക്ക് കൂടേക്കുവാ. സ്വാമിക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി, ഞാൻ വിളിക്കാം. മാമച്ച ന്യൂസ് ശരിക്കും കേട്ടായിരുന്നോ? അവര് പറയാൻ നമ്മൾ ജയിച്ചു. അതിന് നിങ്ങളല്ലേ പറഞ്ഞേ? സഖാവേ നന്ദി, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ശരി, തിരക്കല്ല, ഞാൻ തിരിച്ചു വിളിക്കട്ടെ. എന്നാ പറഞ്ഞ? ജയിച്ചെന്ന്. എടാ, ജയിക്കാൻ വേണ്ടി ഞാൻ അത്ര കഷ്ടപ്പെട്ടു നിനക്കറിയാവോ? മാമച്ച നിങ്ങൾ പ്ലീസ്. ശർമാജി ശുക്രിയ. ശുക്രിയ. मैं बात करूंगा, मैं പിന്നീട് बात करूंगा. നിങ്ങളുടെ ഒരു കരുങ്ക